പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. ആത്യന്തിക സത്യത്തിലേക്കും അന്ത്യകാല സത്യങ്ങളിലേക്കും ആനയിക്കപ്പെടുവാൻ ആർത്തിയോടെ കേൾക്കേണ്ട ഒരു ആധ്യാത്മിക സംപ്രേക്ഷണ പരിപാടി. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ ഭയങ്കരത്വം എന്തായിരിക്കും? ശരീരത്തെയും മനസ്സിന്റെ ചിന്തകളെയും ഡിസിപ്ലിൻ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം. ക്രിസ്തു ശിഷ്യനായ പൗലോസ് ജീവിതകാലത്ത് ഭയപ്പെട്ട ഒറ്റ ഒരു സംഗതി. ഈ ബൈബിൾ അധിഷ്ഠിത ചോദ്യോത്തര പ്രക്ഷേപണ സംപ്രേഷണ പരിപാടിയിലേക്ക് സാറിനെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഈ വിശ്വാസികളുടെ ശിക്ഷയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ് എടുത്തപ്പോൾ ഈ പ്രതിഫലം, അവർക്ക് പ്രതിഫലം കിട്ടും എന്ന് പറയുകയുണ്ടായി. ആ പ്രതിഫലം എന്ന് പറയുന്നത് സുവിശേഷ വേലയോട് ബന്ധപ്പെട്ട, പ്രേക്ഷിത പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട പ്രതിഫലമാണോ, അതോ അത് ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ നിൽക്കേണ്ടി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ സമ്മാനങ്ങൾ, പ്രതിഫലങ്ങൾ, അതിനോട് ബന്ധപ്പെട്ടാണോ അങ്ങനെ പറയുന്നത്? ഈ ഭാഗത്തുള്ള ബന്ധത്തിൽ സാധാരണ ജനിക്കുന്നൊരു സംശയം, ഇപ്പം ചോദിച്ചതിൻ്റെ മറ്റൊരു ഭാഗമാണ് പാപത്തെ സംബന്ധിച്ചുള്ള ന്യായവിധി ഇല്ല. പിന്നെ അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ബാലശിക്ഷ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതെ. പിന്നെ എന്താണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം വരുന്നത്. അതെ, എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിന്റെ ന്യായാസന വിഭാഗം പിന്നെ നിൽക്കുന്നത്? ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ എന്തിനാ രക്ഷിച്ചത്, നമ്മളെ എന്തിനു രക്ഷിച്ചു എന്നൊരു ഉദ്ദേശം മനസ്സിലായെങ്കിൽ മാത്രമേ ഈ ചോദിച്ച ചോദ്യത്തിന് ശരിയായിട്ടുള്ള മറുപടി ലഭിക്കുകയുള്ളൂ. നമുക്ക് ഒരു 2 വാക്യം വായിച്ചാൽ അതൊന്ന് വെളിവാക്കാൻ സാധിക്കും. 2 വാക്യം, അനേക വാക്യങ്ങൾ എനിക്ക് വായിക്കാനുണ്ട്, പക്ഷേ 2 വാക്യത്തിൽ സമയത്തിന്റെ പരിധി കൊണ്ട് എഫേസ്യലേഖനം 2-ാം അധ്യായം, അത് ദൈവം എന്തിനാണ് നമ്മളെ രക്ഷിച്ചെന്നുള്ളതും ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതുകൊണ്ട്, പിന്നെ കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്നുള്ളത്, 2 ഭാഗം മാത്രം. അവിടെ നമുക്ക് വളരെ ഗൗരവമായിട്ടുള്ള ചില മറുപടികൾ കിട്ടുന്നുണ്ട്. എഫേസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പൊ നമ്മളെ വീണ്ടും ക്രിസ്തുയേശു സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ കാരണം സൽപ്രവൃത്തികൾക്കായിട്ടാണ്. മാത്രമല്ല നാം അത് ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. ഇനി തീത്തോസ് ലേഖനം നിർത്തി വളരെ വ്യക്തമായിട്ട് കർത്താവ് എന്തിനാണ് താൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. തീത്തോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സസ് 14, 14-ാമത്തെ വാക്യം. അവൻ എന്തിനാ താൻ കൊടുത്തത്? ഞാൻ ഒരുപാട് ഭാഗങ്ങളൊന്നും വായിക്കാതെ ആ ഭാഗം മാത്രം ചുരുക്കി പറയുക. തീത്തോസ് 2-ന്റെ 14-ാമത്തെ വാക്യം ഞാൻ വായിച്ചോട്ടെ. 2-14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് വിശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. യെസ്, കർത്താവ് തന്നെത്താൻ കൊടുക്കുന്നത്, ഒരു കൂട്ടം ജനങ്ങളെ ശുദ്ധീകരിച്ചെടുക്കുന്നത് സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കാനാണ്. 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പൗലോസ് ഇത് പറയുന്നുണ്ട്. ഈ വചനം വിശ്വാസയോഗ്യം, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന്. യെസ്, ഇത് വചനം നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ ധനവാന്മാര്, സ്ത്രീകള്, ഇങ്ങനെ വ്യക്തികളായിട്ട് ഓരോ ഗണങ്ങളെ എടുത്തിട്ട് അവർ സൽപ്രവൃത്തികൾ ചെയ്യണമെന്നും സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണമെന്നൊക്കെ എടുത്ത് പറയുമ്പോൾ ആത്യന്തികമായി നമ്മളെ രക്ഷിക്കുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അവൻ മുന്നമേ അത് കരുതിയെന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഉദ്ദേശിച്ചു. രക്ഷിക്കപ്പെട്ടു വന്നവര് നല്ലത് പ്രവർത്തിക്കുന്നവരായിരിക്കണം, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. അതായത് തെറ്റായ ഒരു ധാരണയുണ്ട് നല്ലത് പ്രവർത്തിച്ച് രക്ഷിക്കപ്പെടുന്നു. അതെ, നല്ലത് പ്രവർത്തിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടിയല്ല, രക്ഷിക്കപ്പെട്ടവർ, ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവര്, അതായത് ജനിച്ചവര്. രക്ഷിക്കപ്പെടുവാനായിട്ട് മനുഷ്യന്റെ ഒരു പ്രവൃത്തിയും ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. അതിനുവേണ്ടിയുള്ള രക്ഷന്റെ പ്രവൃത്തിയാണ് ക്രൂശുമരണം. അല്ലേ? ആ ക്രൂശുമരണത്തിൽ വിശ്വസിച്ചവര് പിന്നെ പുണ്യപ്രവൃത്തികൾക്ക് ശുഷ്കാന്തിയുള്ളവരായിരിക്കും. അതല്ലേ പഠിപ്പിക്കുന്നത്? അതാണ് ഇത് പഠിപ്പിക്കുന്നത്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞില്ലേ, നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരിൽ പ്രകാശിക്കട്ടെന്ന്. വളരെ പ്രസിദ്ധമല്ലേ, ലോകപ്രസിദ്ധമായ ഒരു വാക്യമല്ലേ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തായി വെളിച്ചം എന്ന് പറയുന്നത്? ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തില് അതിന്റെ 14-ാം വാക്യം നോക്കിയ കർത്താവ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. യെസ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്താണ് ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ 16-ാം വാക്യം നോക്കിയേ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വ്യാഖ്യാനം ആവശ്യമില്ലല്ലോ. ഇവിടെ വെളിച്ചമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നല്ല പ്രവൃത്തിയാണ്, പുണ്യപ്രവൃത്തികളാണ്. ഇത് നമുക്ക് കുറച്ചുകൂടെ വിശദീകരിക്കാൻ കഴിയും. 4-ാം അധ്യായത്തിന്റെ വായിക്കണ്ട കേട്ടോ,
അതിൻ്റെ 13 തൊട്ട് 16 വരെയുള്ള വാക്യത്തിലെ 4-ാം അധ്യായത്തിൻ്റെ 13 തൊട്ട് 16 വരെയുള്ള വാക്യത്തിലെ കർത്താവിൻ്റെ പരസ്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവൻ സെബലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിലും ചെന്ന് പാർത്തു. സെബലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയും യോർദാനക്കരയുള്ള നാടും ജാതികളിലെയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അപ്പൊ കർത്താവ് ആ പ്രദേശത്തൂടെ പോയപ്പോൾ അവരെങ്ങനെ വെളിച്ചം കണ്ടേ? എന്തെങ്കിലും കർത്താവ് വിളക്കെടുത്തോണ്ട് പോയതാണോ? അല്ലേ. കർത്താവിന്റെ നല്ല പ്രവൃത്തികളും നല്ല വാക്കുകളും തങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാനിടയാക്കി. സ്വയത്തിലും പാപത്തിലും ഒഴുകിയ മനുഷ്യരുടെ മധ്യത്തിൽ ഇതാ അവരുടെ പാപത്തെ ബോധ്യമാക്കി കൊടുക്കുന്ന ഒരു വെളിച്ചമായ ദൈവത്തിന്റെ പുത്രൻ. നാം ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായി നമ്മുടെ സൽപ്രവൃത്തികൾ, നമ്മുടെ നല്ല വാക്കുകൾ മറ്റുള്ളവരെ തങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഇടയാക്കി തീർക്കുന്നു. അതാണ് നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാകുക. അത് പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടാക്കുവാനായിട്ട് ഇടയായിട്ട് മാറും. ഇനി നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ ന്യായത്തിനുള്ള ബന്ധത്തിൽ 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്. അപ്പൊ ശരീരത്തിൽ ഇരിക്കുമ്പോൾ എന്തിനു നമ്മളെ വീണ്ടെടുത്തു? സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മളെ വീണ്ടും സൃഷ്ടിച്ചു. കർത്താവ് ക്രൂശിൽ കൊടുക്കുന്നത് നാം അങ്ങനെ ശുഷ്കാന്തിയുള്ളൊരു ജനമായിരിക്കാൻ. അപ്പോൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണോ തീയതാണോ എന്ന് പരിശോധിക്കുന്ന ഇടമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ഇനി ചേർത്ത് 2 വാക്യം 1 കൊരിന്ത്യർ 10:31 ദൈവജനം കൊണ്ട് തന്നെ ഈ ഭാഗം നമുക്കൊന്ന് അപഗ്രഥിച്ചു നോക്കാം. കാരണം ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവിൻ. നമ്മൾ 5-ാം അധ്യായത്തിൽ മത്തായി 5-ൽ വായിച്ചു, അങ്ങനെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഇടയാകണം. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ടോ? തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത്. ഇത് തന്നെ കൊലോസ്യർ 3:17 വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ദൈവമഹത്വത്തിനായി തീരണം. നമ്മുടെ നല്ല പ്രവൃത്തികളായിരിക്കണം. മറ്റുള്ളവർക്ക് ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇടയാക്കുന്നതായിരിക്കണം. ഞാനൊരു പക്ഷേ ഒരു അധ്യാപകനായിരിക്കാം, ഒരു ബിസിനസ്സുകാരനായിരിക്കാം, ഞാനൊരു ഹൗസ് വൈഫായിരിക്കാം, എന്റെ വ്യത്യസ്ത തുറകളിൽ ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, തൊഴിലാളിയോ ഡ്രൈവറോ ആയിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവവേദല് അവൻ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് സുവിശേഷ പ്രവർത്തനമല്ലേ? അത് ശരി. അവൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അവൻ രക്ഷിക്കപ്പെട്ട ശേഷം ഈ ശരീരം കൊണ്ട് എന്തെല്ലാം ചെയ്തു അത് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ വാക്കിന്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട, എനിക്ക് തോന്നുന്നു പുതിയ നിയമത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 5:10 നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വായിക്കുന്നുണ്ട്, ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും, വെദർ ഗുഡ് ഓർ ബാഡ്. ഈ ബാഡ് എന്നുള്ളത് പലരും ചിന്തിക്കുന്നത് പാപമാണോ വിശുദ്ധിയാണോ എന്ന് പരിശോധിക്കുകയാണ്. അങ്ങനെ ചിന്ത അവിടെ ഇല്ല. അങ്ങനെ ചിന്തയില്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുതിയ നിയമം രേഖപ്പെടുത്തിയത് ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിൽ നല്ലതിനും തീയനും പ്രത്യേക പദം ഉപയോഗിച്ചിട്ടുണ്ട്. തീയത് ഉദാഹരണമായിട്ട് പാപത്തിനും തിന്മയ്ക്കും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന 2 ഗ്രീക്ക് വാക്കുണ്ട്, കാക്കോസ് എന്നും ഫനീറോസ് എന്നും. ആ 2 പദങ്ങൾ പൗലോസോട് ഉപയോഗിക്കാതെ ഈ തീയത എന്നുള്ളതിന് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഫോളോസ് എന്ന പദമാണ്. PHAULOS മറ്റൊരു പദമാണ്. ആ ഫോളോസ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ വായിക്കാം. someone or something good for nothing, from which nothing good can come out, worthless, unimportant. ഒന്നിനും കൊള്ളരുതാത്ത, പ്രയോജനമില്ലാത്ത, ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണോ തീയതാണോ? നല്ലതെന്നുള്ള വാക്കിന്റെ ഗ്രീക്ക് വാക്ക് അഗാത്തോസ്, പ്രോഫിറ്റബിൾ, ബെനവലന്റ്, പ്രയോജനമുള്ള, ലാഭകരമായ. രക്ഷിക്കപ്പെട്ടിട്ട് എനിക്ക് ജീവിക്കാൻ ഒരു ജീവിതം തന്നു. ഈ ജീവിതം കൊണ്ട് ദൈവം ഒരു കാര്യം ഉദ്ദേശിച്ചു. അവൻ ജീവിച്ചപ്പോൾ ഇത് സ്വർഗത്തിന് മഹത്വം കൊണ്ടുവന്നോ ഇല്ലയോ? വെദർ ഇറ്റ് വാസ് പ്രോഫിറ്റബിൾ ഓർ അൺപ്രോഫിറ്റബിൾ, വെദർ ഇറ്റ് വാസ് വർത്ത് ഓർ വർത്ത്ലെസ്, ഇത് കൊള്ളാമായിരുന്നോ കൊള്ളരുതാത്തതായിരുന്നോ? എനിക്ക് ജീവിപ്പാൻ കർത്താവ് രക്ഷിക്കപ്പെട്ട ശേഷം 50 വർഷം തന്നിരിക്കട്ടെ. ഈ 50 വർഷം കൊണ്ട് ഞാൻ ജീവിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രയോജനമുള്ളതായിരുന്നോ പ്രയോജനമില്ലാത്തായിരുന്നു? പാപം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല. അതിന്റെ മറുപടി അല്ലെങ്കിൽ അതിന്റെ ഉത്തരം ഇവിടെ വെച്ച് ബാലശിക്ഷയിലൂടെ നൽകുമ്പോൾ ഈ ശരീരത്തിൽ ഇരുന്നതിൽ ചെയ്ത പ്രവൃത്തിയിലൂടെ ദൈവത്തിന് മഹത്വപൂർണ്ണമായിരുന്നു. പൗലോസ് ഇത് ഭയപ്പെട്ടു. അപ്പൊ ഈ ദൈവത്തിന് പ്രയോജനമുള്ളതായിരുന്നു എന്നുള്ള ചോദ്യം സമം മനുഷ്യർക്ക് പ്രയോജനകരമായിരുന്നു, പ്രോത്സാഹനജനകമായിരുന്നു, അവർക്ക് വെളിച്ചം കൊടുക്കുന്നതായിരുന്നു, അങ്ങനെയുള്ള പ്രവൃത്തികളാണ്. എന്റെ ജീവിത ലക്ഷ്യം ദൈവമഹത്വമായിരിക്കണം. ഞാനൊരു
ഒരു മാതാവായി എൻ്റെ വീട്ടിൽ ജീവിക്കുമ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, എൻ്റെ വീട്ടിൽ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ഒക്കെ ദൈവമഹത്വമായിരിക്കണം. എൻ്റെ വാക്കിലൂടെ, എൻ്റെ ക്രിയയിലൂടെ മറ്റുള്ളവർക്ക് ദൈവമഹത്വം ഒരു ചെറിയ അളവെങ്കിലും കാണാനായിട്ട് ഇടയായി മാറണം. ഈ ശരീരത്തിലിരിക്കുമ്പോൾ ആ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ പരിശോധിക്കുകയാണ്. നീ അവിടെ ജീവിച്ചപ്പോൾ, നീ ഈ കാര്യം ചെയ്തപ്പോൾ, നീ ഒരു അധ്യാപകനായി ഇടപെട്ടപ്പോൾ, നീ ഒരു കർഷകനായി ജീവിച്ചപ്പോൾ, നീ ഒരു വണ്ടി ഓടിച്ചപ്പോൾ, നീ ദൈവമഹത്വത്തിനായിട്ടായിരുന്നോ ജീവിച്ചത്? നിന്നെ വീണ്ടെടുത്തു, നീ നിനക്കുള്ളവനല്ലേ. നിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നീ വിളിക്കപ്പെട്ടവനാണ്. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് എന്താണെന്ന് പരിശോധിക്കുകയാണ്. പൗലോസ് ഇത് ഭയപ്പെട്ടു. പൗലോസ് ഭയപ്പെട്ടത് ഞാൻ കാണിച്ചു തരാം. പൗലോസ് എന്തിനെ ഭയപ്പെട്ടു നോക്കാം. 1 കൊരിന്ത്യർ 9 അധ്യായം എടുത്താട്ടെ. പൗലോസ് ഭയപ്പെട്ടത് സുവിശേഷ വേലയല്ല. പൗലോസ് ഭയപ്പെട്ടത് പ്രതിഫലങ്ങളുള്ള ബന്ധത്തിലല്ല. നോക്കിയാട്ടെ, 1 കൊരിന്ത്യർ 9 അധ്യായത്തിന് 26-27 വാക്യം. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്ത് കുത്തുന്നവനെ പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്ര ചെയ്യും. ഞാൻ പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തനായി പോകരുത്. അവിടെ പരിശോധിക്കുകയാണ് കൊള്ളാമോ കൊള്ളത്തില്ലയോ എന്നുള്ളത്. അത് ശരി. വെദർ ഗുഡ് ഓർ ബാഡ്. പൗലോസ് പേടിച്ചു. ഞാൻ ജീവിച്ചിട്ട് എന്റെ ജീവിതം പരിശോധിക്കും. നമ്മൾ ഓർത്ത് പൗലോസ് കൂടെ പറഞ്ഞു നാം എല്ലാവരും നിൽക്കും. പൗലോസിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഞാൻ കൊള്ളരുതാത്തനായി പോകരുത്. ദാറ്റ് ഐ ഷുഡ് നോട്ട് ബി എ കാസ്റ്റവേ. ഇംഗ്ലീഷിലെ ചില ഭാഷാന്തരത്തിൽ കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ കൊല്ലന്റെ ആലയിൽ ചെന്നാൽ പഴയ കൊല്ലന്മാരെ ഈ തീയിൽക്കകത്ത് ഇരുമ്പ് വെച്ച് പഴുപ്പിച്ച് അടിപ്പിച്ച് ഓരോ സാധനം ഉണ്ടാക്കുമ്പോൾ ചില ഇരുമ്പ് കഷ്ണങ്ങൾ അടർന്നു വീഴും അമിക്കല്ലിൽ നിന്ന്. ആ അടർന്നു വീഴുന്ന ആ ഇരുമ്പ് കഷ്ണങ്ങൾ കൊല്ലൻ കൊടിൽ കൂട്ടിയെടുത്ത് മൂലയ്ക്കോട്ട് എറിയും. കീടങ്ങൾ കളയും. അങ്ങനെ കൂന ഇരുമ്പുകൾ കിടക്കുന്നത് കാണാം. കൊല്ലനോട് ചോദിച്ചാൽ അതെടുത്ത് പണിയുന്നില്ലെന്ന് ചോദിച്ചാൽ പറയും കൊള്ളത്തില്ലെന്ന് പറയും. അതിന്റെ ടെമ്പർ പോയതാ, കൊള്ളത്തില്ല. സെയിം പദമാ പൗലോസ് പറയുന്നത്, കൊള്ളരുതാത്തനായി. ഐ ഷുഡ് നോട്ട് ബി എ കാസ്റ്റവേ. എന്നെ വെളിയിലെടുത്ത് കളയും. ഈ ജീവിതം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ നിത്യമുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ എന്നെ കുറിച്ചുണ്ട്. പക്ഷേ എന്റെ ജീവിത പരിശോധനയ്ക്ക് അന്ത്യത്തിൽ പരിശോധിക്കുമ്പോൾ ഞാൻ കാസ്റ്റവേ ആകരുത്. ഈ ദൈവത്തിന്റെ അത്യുന്നതദാസനായിരുന്ന പൗലോസ് ലീഹായെ കുറിച്ച് പോലും അദ്ദേഹം തന്നെ പറയുന്നത്, ഞാൻ അനേകരോട് പ്രസംഗിച്ച ശേഷം, അത് സുവിശേഷ ഘോഷണം, എന്നാൽ ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കാനുള്ള ഒരു സാധ്യത ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് ബി കെയർഫുൾ എന്നുള്ള വാണിംഗ് ആണ് ദൈവം തരുന്നത്. ഇത് എനിക്ക് കുറച്ചുകൂടെ ഗൗരവമായിട്ട് തോന്നിയത് അവിശ്വാസികളെ കുറിച്ച് ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. റോമലേഖനം 3 അധ്യായത്തിന്റെ 12 വാക്യം നമ്മൾ എന്നിട്ട് നിന്ന് ചേർത്ത് ചിന്തിച്ച് റോമർ 3:12 എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. കണ്ടോ, പാപികളെ ദൈവത്തിന് കൊള്ളത്തില്ല, പ്രയോജനമില്ല. അവരൊരു മഹത്വം ദൈവത്തിന് കൊണ്ടുവരുന്നില്ല. ഈ ഭാഗത്തെക്കുറിച്ചൊരു ദൈവദാസൻ വില്യം ന്യൂബലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊള്ളരുതാത്തവരെന്ന് എഴുതിയിരിക്കുന്നത് ചീഞ്ഞ പച്ചക്കറിക്ക് ഉപയോഗിച്ച പദമാണ്. അത് ശരി. പച്ചക്കറി ചീഞ്ഞു പോയാൽ എന്തിനേലും കൊള്ളാം, ഒരു പ്രയോജനമില്ല. പാപികളെ സംബന്ധിച്ച് അതേ ആശയമാണ്. ഒരു വിശുദ്ധനെ വീണ്ടെടുത്തപ്പോൾ അവനൊരു പുതിയ ജന്മം കൊടുത്തു. ആ പുതിയ ജന്മത്തിൽ അവൻ നല്ലത് പ്രവർത്തിപ്പാൻ ദൈവം മുന്നമേ കരുതി. യേശുക്രിസ്തു തന്നെത്താൻ കൊടുക്കുന്നത് ആ ഉദ്ദേശത്തോടെയാണ്. ഇനി അവനും ജീവിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ലെങ്കിൽ പാപിയോ കൊള്ളരുതാത്തന, ഇവനോ ഈ രക്ഷിക്കപ്പെട്ടവനും കൊള്ളരുതാത്തനായി തീർന്നാലോ. ഇതാ പൗലോസ് ഭയപ്പെട്ടത്, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി തീരാ. അതുകൊണ്ട് താൻ എന്ത് ചെയ്തു? ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യുക, ദണ്ഡിപ്പിച്ചടിമയാക്കുന്നു. യെസ്, ഐ ആം ഡിസിപ്ലിനിങ് മൈ ബോഡി. പൗലോസ് തന്റെ ശരീരത്തെ മാത്രമല്ല ഡിസിപ്ലിൻ ചെയ്തത്. 2 കൊരിന്ത്യർ 10:5 നോക്കിയേ, വേറൊരു ഭാഗം കൂടെ ഡിസിപ്ലിൻ ചെയ്തു. 2 കൊരിന്ത്യർ 9:27, 2 കൊരിന്ത്യർ 10:5, 2 കൊരിന്ത്യർ 10:5 താൻ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയത് കണ്ടു. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. കണ്ടോ, അവിടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി, ഇവിടെ മനസ്സിന്റെ ചിന്തകളെ പിടിച്ചടക്കുകയാണ്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ചിന്തകളെയും പൗലോസ് പറയുകയാണ്, ഞാൻ എന്റെ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യുന്നു, എന്റെ മനസ്സിനെ ഡിസിപ്ലിൻ ചെയ്യുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ, ഞാൻ അന്ന് ചെല്ലുമ്പോൾ കൊള്ളരുതാത്തനായി പോകരുത്. പൗലോസ് ആ ദിവസത്തെ ഭയപ്പെട്ടു. ആ ഭയപ്പെട്ടു എന്നുള്ളത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാനും ചിന്തിച്ചു എൻ്റെ ബാല്യകാലത്തിൽ. അവിടെ പരിശോധനയ്ക്ക് നിൽക്കും, കുറേയൊക്കെ വെന്തു പോകും, കുറെ പ്രയോജനപ്പെടുകയില്ല. അതങ്ങോട്ട് പ്രയോജനപ്പെടാത്തത് അങ്ങോട്ട് മാറ്റി ബാക്കിയുള്ളതിനൊക്കെയുള്ള അനുഗ്രഹങ്ങളും നന്മകളും പ്രതിഫലം കിട്ടുന്നു. അത്രയല്ലേ ഉള്ളൂ കാര്യം. എന്നാൽ അതല്ലെന്ന് എനിക്ക് മനസ്സിലായി. 3 അപ്പോസ്തലന്മാർ അത് അങ്ങനെ അല്ലെന്ന് പറഞ്ഞു. എടുത്തു കാണിക്കാം. 2 കൊരിന്ത്യർ 5 അധ്യായം നമ്മൾ 10 വാക്യമാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അതെ, ആ ഭാഗം തന്നെ എടുക്കാം.
2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും ചെയ്താകലും അതിന് തക്കവണ്ണം പ്രാപിക്കണം, നാളെ ക്രിസ്തു ന്യായം മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. ഇത് പറഞ്ഞിട്ട് അടുത്ത വാക്യം എന്തോ? ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് പറഞ്ഞ് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കും. ആകയാൽ എന്ന് പറയുന്നത് ഈ മുമ്പ് പറഞ്ഞതിനുള്ള ബന്ധിപ്പിച്ചാണ്. ഇംഗ്ലീഷിൽ ഇത് വായിച്ചാൽ therefore knowing the terror of the Lord we persuade men. ക്രിസ്തുവിന്റെ ന്യായാസനത്തെ കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ് there is a terror in relation to that. ആ ന്യായാസനത്തോടുള്ള ബന്ധത്തിൽ എന്തോ ഒരു ഭയങ്കരത്വമുണ്ട്. ഈ ഭയങ്കരത്വം ഞങ്ങൾ മനസ്സിലാക്കി മനുഷ്യരെ സമ്മതിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കുറെ കത്തിപ്പോയിട്ട് ബാക്കിക്ക് പ്രതിഫലം കിട്ടുന്നതല്ല. ആ ദിവസം ഒരു ഭയങ്കരത്വമുണ്ട്. ഒരു കളിച്ചിരിയുടെ സമയമല്ലെന്ന് പൗലോസ് പറയുന്നു. രണ്ടാമതൊരു അപ്പോസ്തലൻ പറഞ്ഞ് നമുക്ക് നോക്കാം. 1 പത്രോസ് 4-ാം അധ്യായം എടുത്താട്ടെ. പൗലോസ് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചു. ഇനിയും പത്രോസ് പറഞ്ഞ നമുക്കൊന്ന് എടുക്കാം. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യം. പത്രോസ് പറഞ്ഞ നോക്കിയാട്ടെ. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് പുതിയ നിയമസഭയുടെ ന്യായവിധിയാണ്. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അടുത്ത വാക്യം. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും ഭാവിയുടെയും ഗതി എന്താകും? പൗലോസ് ന്യായവിധിയെ കുറിച്ച് പറയുക. അപ്പൊ നീതിമാൻ ഇങ്ങനെ പ്രയാസനെയാണ് രക്ഷ പ്രാപിക്കുന്നതെങ്കിൽ അവന്റെ ന്യായവിധി ഇത്ര ഗൗരവപൂർണവും അവനിങ്ങനെ പ്രയാസനെയാണ് രക്ഷ പ്രാപിക്കുന്നതെങ്കിൽ പാപിയുടെ അഭക്തന്റെ ഗതി എന്തായിരിക്കും? അത് ശരി. നീതിമാന് വരുന്ന ശിക്ഷയുടെ ഭയങ്കരത്വം അല്ലെങ്കിൽ ആ ന്യായവിധിയുടെ ഭയങ്കരത്വം ചൂണ്ടിക്കാണിച്ചിട്ടാണ് പാപിയുടെ ന്യായവിധിയുടെ ഗൗരവം അവിടെ പറയുന്നത്. പൗലോസ് പറഞ്ഞു ഒരു ഗൗരവമുണ്ട്, ടെററുണ്ട്. പത്രോസ് കൂടെ രേഖപ്പെടുത്തി. ഇനി യോഹന്നാൻ പറഞ്ഞോട് നോക്കിയാട്ടെ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. ക്ഷമിക്കണം, 28. യെസ്. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാക്കേണ്ടതിന് അവനിൽ വസിപ്പിൻ. കണ്ടോ, 2 കൂട്ടം കാര്യങ്ങൾ എടുത്ത് പറയുന്നു. കർത്താവിന്റെ വരവില് ലജ്ജിച്ചും പോകും, ധൈര്യമില്ലാതെയാകും. അവൻ ധൈര്യമുള്ളവരായിട്ടും ലജ്ജിച്ചു പോകാതെ ഇരിക്കാൻ അവനിൽ വസിക്കാൻ പറയുന്നുണ്ട്. നോക്കുക, ഇത് വീണ്ടും അപഗ്രഥിച്ചാൽ ലജ്ജിച്ചു പോകുന്നത് എങ്ങനെയാണ്? ലജ്ജിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. അവന്റെ പ്രത്യേകം ലജ്ജിച്ചു പോകും. സിമ്പിൾ ആയിട്ട് എടുക്കാം, വളരെ സിമ്പിൾ. 119-ാം സങ്കീർത്തനം എടുത്താട്ടെ. 119-ാം സങ്കീർത്തനം. വിശ്വാസഗോളത്തിൽ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവർ ഈ ദൈവജനം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ലജ്ജിച്ചു പോകും കർത്താവിന്റെ വരവ്. ലജ്ജിക്കാതിരിക്കണമെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. 119-ാം സങ്കീർത്തനം ലളിതമായ ഭാഗം 4-ാം വാക്യവും 6-ാം വാക്യവും ഒന്ന് വായിക്കാം. 119-ന്റെ 4-ാം വാക്യവും 6-ാം വാക്യവും. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. 6-ാം വാക്യം. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. കണ്ടോ, അപ്പൊ ലജ്ജിച്ചു പോകുന്നത് എപ്പോഴാണെന്ന് നോക്കിയാട്ടെ. ദൈവത്തിന്റെ സകല കൽപ്പനകളെ സൂക്ഷിക്കാതിരുന്നാലല്ലേ? അതെ, ദൈവകൽപ്പന തന്നിരിക്കുന്നത് വെറുതെ അല്ല. 102-ാം സങ്കീർത്തനം 102-ാമത്തെ വാക്യം. ക്ഷമിക്കണം, അതേ 102-ാമത്തെ വാക്യം. 119-ാം സങ്കീർത്തനം 102-ാമത്തെ വാക്യം. നീ എന്നെ ഉപദേശിച്ചിരിക്കയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. കണ്ടോ, നിന്റെ സകല കൽപ്പനകളെയും ഞാൻ സൂക്ഷിക്കുവോളം ഞാൻ ലജ്ജിച്ചു പോകില്ല. നീ ഇവയെ കൽപ്പിച്ചാക്കിയിരിക്കുന്നത് കൃത്യമായി ആചരിപ്പാനാണ്. ഞാനത് സൂക്ഷിക്കുന്നിടത്തോളം കാലം ഞാൻ ലജ്ജിക്കുന്നത്. അപ്പൊ ദൈവജനം വെളിപ്പെടുത്തി. ഈ ദൈവജനം അനുസരിക്കാത്തൊരുത്തൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ സ്വർഗത്തിൽ പോകും. പക്ഷെങ്കിൽ അനുസരിക്കത്തില്ലെങ്കിൽ അവൻ ലജ്ജിച്ചു പോകും. അപ്പൊ നിന്റെ വചനത്തെ കൃത്യമായി ആചരിച്ചാൽ ഞാൻ അവിടെ ലജ്ജിച്ചു പോകേണ്ടി വരത്തില്ല. ഇനിയും ധൈര്യഹീനരായി മാറും, ധൈര്യമില്ലാത്തവരായി. എസെക്കിയേൽ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നോക്കിയാട്ടെ. എസെക്കിയേൽ പ്രവചനം 22-ന്റെ 14-ാമത്തെ വാക്യം. ദൈവം കണക്ക് തീർക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് വായിക്കുക. ധൈര്യമില്ലാത്തതായി നിൽക്കുന്ന വാക്യം. എസെക്കിയേൽ 22-ന്റെ 14-ാമത്തെ വാക്യം. 22-ന്റെ 14-ാമത്തെ വാക്യത്തില്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യെസ്, അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ can your heart endure it? will your hand be strong? നിന്റെ ഹൃദയത്തിന് അത് താങ്ങാൻ കഴിയുമോ? നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? എപ്പോഴാ? ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ. ആ കാര്യം തീർക്കുന്ന നാളിൽ, ദൈവമക്കളുമായിട്ട് കണക്ക് തീർക്കുന്ന നാളിൽ will your heart endure it? നിന്റെ ഹൃദയത്തിന് അത് താങ്ങാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നത് വാസ്തവത്തില് ക്രിസ്തുവിനെ അറിഞ്ഞു, ഞാനൊരു ക്രിസ്തു വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് ലോകത്ത് ജീവിക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചും നിന്നോട് എന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ ഹൃദയം ധൈര്യപ്പെട്ടിരിക്കുമോ? ദൈവം മുമ്പാകെ നീ തല ഉയർത്തി നിൽക്കുവാൻ യോഗ്യനാണോ എന്നുള്ളത് വാസ്തവത്തിൽ ചിന്തിപ്പിക്കേണ്ട ഒരു വലിയ ചോദ്യമാണ് ഇതല്ലേ? അതെ അതെ അതെ, വളരെ
ആളുകൾ തല താഴ്ത്തി അവൻ്റെ മുഖത്തോട്ട് നോക്കുവാൻ ധൈര്യമില്ലാതെ ബലഹീനരായി നിൽക്കും. ഇവിടെ മാന്യതയും ശ്രേഷ്ഠതയും ഒക്കെ കരുതി ഒരുപക്ഷെ ദൈവവചനം ആചരിച്ചില്ലെന്നിരിക്കും. എന്നാൽ കർത്താവ് യോഹന്നാൻ സുവിശേഷം 12:48 പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ നിന്നെ ന്യായം വിധിക്കും. കർത്താവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യായവിധി വരും, വേറെ വിശ്വാസികൾക്ക് വരും. ആ ന്യായം വിധിക്കുമ്പോൾ നിന്റെ സകല കൽപ്പനകളെയും ആചരിക്കുവോളം ഞാൻ ലജ്ജിച്ചു പോകും. ഇന്ന് സാറേ, ശരിക്കും ഒരുപാട് ആൾക്കാർക്ക് അവരെ ജനത്തെ പേടിയാ, ലോക മനുഷ്യരെ അവർക്ക് പേടിയാ, സ്വന്തക്കാര്, ബന്ധുക്കള്, എൻ്റെ ഫാമിലി റിലേഷൻസ്, അവരെ പേടിയാണ്. അതുകൊണ്ട് തിരുവചനം അങ്ങ് മാറ്റിവെക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കേണ്ട ഒരു പൊത്തുവരുത്ത ക്രിസ്തീയ ജീവിതം അത് മതി എന്നുള്ള ചിന്തയിലെ അനേക വിശ്വാസികൾ ഇന്ന് ജീവിക്കുന്നു. കർത്താവിന്റെ കാലത്തും അങ്ങനെയല്ലേ സംഭവിച്ചത്? അവർ ദൈവത്താലുള്ള മാനത്തെക്കാട്ടിൽ മനുഷ്യരുള്ള മാനത്തെ ശ്രേഷ്ഠമെന്ന് എണ്ണി. അതെവിടെയാ സാറേ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നല്ലേ? അതെ, അവർ ദൈവത്താലുള്ള മാനത്തെക്കാട്ടിൽ മനുഷ്യരുള്ള മാനത്തെ ശ്രേഷ്ഠത എണ്ണിയത് കൊണ്ട് അവൻ ഏറ്റുപറഞ്ഞില്ല എന്ന് വായിക്കുന്നുണ്ട്. യെസ്, അതിന്നും യോഹന്നാന്റെ സുവിശേഷം അത് ഏത് ഭാഗത്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മിനിറ്റ് നോക്കാം. കർത്താവിന്റെ കാലത്തും അങ്ങനെ ഒരു വലിയ കൂട്ടം ആ ചിന്താഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അത് യോഹന്നാന്റെ സുവിശേഷം 13 ഈ 5-ാം അധ്യായത്തിൽ 5:44 വാക്യമാണോ? തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തുമെന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തറുണ്ട്, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ. 41-ാം വാക്യം, ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. 12-ാം അധ്യായത്തിന്റെ 42-43. 12-ാം അധ്യായം 42-43. അതും കർത്താവ് പറഞ്ഞിരിക്കുന്നതാണോ? അത് വായിച്ചാട്ടെ. യേശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല. അടുത്ത വാക്യം, അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. എത്ര ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞിരിക്കുന്നല്ലേ? 12-ാം അധ്യായത്തിന്റെ 42-43. 12-ാം അധ്യായം 42-43. അതും കർത്താവ് പറഞ്ഞിരിക്കുന്നതാണോ? അത് വായിച്ചാട്ടെ. യേശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല. അടുത്ത വാക്യം, അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. എത്ര ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞിരിക്കുന്നല്ലേ? ദൈവത്താലുള്ള മാനത്തെക്കാട്ടിൽ മനുഷ്യരുള്ള മാനത്തെ അവർ സ്നേഹിച്ചു. കർത്താവിന്റെ കാലത്തുണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. ഇനി കർത്താവ് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 48-ാം വാക്യം നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന വേദഭാഗം തന്നെ. അതിന്റെ ഇത് പറഞ്ഞിട്ട് 48-ാം വാക്യം നോക്കി. ഇത് പറഞ്ഞിട്ട് കർത്താവ് പറയാ 48, എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം. കർത്താവ് ഇത് പറഞ്ഞിട്ടാ അത് പറയുന്നത്. എന്റെ വചനം തന്നെ, ഞാൻ സംസാരിച്ച വചനം തന്നെ അവനെ ന്യായം വിധിക്കും. അപ്പോൾ കർത്താവിന്റെ വരവിൽ വിശുദ്ധന്മാരെ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവിടെ ന്യായവിധിയുണ്ട്. ദൈവവചനം അനുസരിച്ചില്ലെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പോകും. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവനെ ന്യായം വിധിക്കും. ആ ന്യായവിധിയുള്ള ബന്ധത്തിൽ നമ്മൾ ഓർത്തു, അത് ഭയാനകമായ ഒരു സന്ദർഭമാണ്. പൗലോസ് രേഖപ്പെടുത്തി, ആകയാൽ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, നോയിങ് ദ ടെറർ ഓഫ് ദ ലോർഡ്. ഭയങ്കരത്വമുണ്ട്. പത്രോസ് രേഖപ്പെടുത്തി, നീതിമാൻ ഈ വിധത്തിലാണ് രക്ഷപ്പെടുന്നതെങ്കിൽ പാപിയുടെ ന്യായവിധി എത്ര ഭയങ്കരമാണ്. യോഹന്നാൻ വെളിപ്പെടുത്തി, അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകാൻ, നിങ്ങളിൽ ലജ്ജിച്ചു പോകാതിരിപ്പാൻ. അപ്പോൾ ഈ 3 അപ്പോസ്തലന്മാരും ഈ കർത്താവിന്റെ ന്യായാസനം അത്ര സുഖകരമല്ലെന്നും അത് ഗൗരവപൂർണമാണെന്നും അത് അല്പം ഭയപ്പെടേണ്ടതാണെന്നും വളരെ ഗൗരവത്തോടുകൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD. അന്ത്യനാഴിക. ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ പി തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. സന്മനസ്സുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്മൃതിനാശമില്ലാതെ ജീവിക്കുന്ന സമാധാന പ്രഭുവിനെ അറിയുവാൻ സമ്മാന ഗ്രന്ഥം നിങ്ങൾക്കും വിജയിക്കാം. നിങ്ങളുടെ പൂർണ്ണ മേൽവിലാസം ഞങ്ങൾക്ക് SMS അയയ്ക്കുക. SMS അയക്കേണ്ട നമ്പർ 9495446029. ഫോർ ബുക്സ് എന്ന് എഴുതി SMS അയയ്ക്കുക.
ഈ പഠനങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. ലൈഫ് ആഫ്റ്റർ ലൈഫ് ബൈ ജോൺ സെബാസ്റ്റ്യൻ ആൻഡ് ജോൺ ടി തോമസ്. അന്ത്യനാഴിക CD, വിലാസം PB നമ്പർ 4, പുതുപ്പള്ളി, കോട്ടയം 686011, കേരള, ഇന്ത്യ. ഇൻ്റർനെറ്റിൽ നിന്നും ഈ CD ഡൗൺലോഡ് ചെയ്ത് കേൾക്കുവാൻ www.peaceministry.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. Although everything may seem stacked against you, God is on your side. He knows who you are, where you're from, and what you're up against. He will help you and deliver you. God bless you. പഠനത്തിന് ഞങ്ങളുടെ മാന്യ കേൾവിക്കാർക്ക് സഹായകരമായ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നു. നിങ്ങളുടെ 301 ചോദ്യങ്ങൾക്ക് ബൈബിളിന്റെ ഉത്തരം, ബൈബിളും ആധുനിക ശാസ്ത്രവും കാരണം തേടി. 2 ഓഡിയോ MP3 CDകൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. മരണശേഷം എന്ത്, എവിടെ, എങ്ങനെ. ഈ ഓഡിയോ CDയും ഇതിന്റെ വിഷ്വൽ CDയും ലഭ്യമാണ്.